എവർഗ്രീൻ കുക്കിംഗ് ഡയറി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കട്ട്ള മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു 5-5.5 കിലോ വലുപ്പമുള്ള ഒരു കട്ട്ള മീനാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിതിനെ സൂപ്പറാക്കി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിനെ നേരെ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ചെതുമ്പലെല്ലാം ആദ്യം ഒന്ന് കളഞ്ഞെടുക്കാം. മീനിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞു. തൊലി കളയാതെ ചെതുമ്പൽ മാത്രമാണ് കളഞ്ഞ്. ഇനി ഇതിൻ്റെ ചിറക് കൂടി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീൻ റെഡിയായി കഴിഞ്ഞു. മീനിൻ്റെ ചെതുമ്പൽ ചിറകെല്ലാം വൃത്തിയായി കളഞ്ഞു. ഇനി നല്ല ആഴത്തിലൊരു വരയിട്ട് കൊടുക്കുക. മസാല ഉള്ളിൽ കയറി പിടിക്കാനായിട്ട് നല്ല ആഴത്തിലൊരു വരയിട്ട് കൊടുക്കാം. ഇത്ര വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈക്ക് വേണ്ടി മസാല തയ്യാറാക്കി എടുക്കുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും, അധികം പൊടിക്കാത്ത കുരുമുളക് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടിയുപ്പ്, കുറച്ച് കോൺഫ്ലവർ, നല്ല എരിവ് കിട്ടുന്നതിന് വേണ്ടി 1 സ്പൂൺ ചില്ലി ഫ്ലേക്ക്, 100 ഗ്രാം ഇഞ്ചി അരച്ചതും 100 ഗ്രാം വെളുത്തുള്ളി അരച്ചതും, കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. മസാല ഒന്ന് കുഴച്ചെടുക്കാം. നല്ല വൃത്തിയെ കഴുകിയെടുത്ത് വരഞ്ഞ മീനിൽ മസാല എല്ലാം തേച്ച് പിടിപ്പിക്കുക. മീനിൻ്റെ അകത്തും പുറത്തുമെല്ലാം നല്ലപോലെ മസാല പിടിക്കണം. നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ റെസ്റ്റിനിരിക്കട്ടെ. മീൻ മസാല തേച്ച് 1 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഉരുളിയിൽ ആദ്യം ഒരു വാഴയില വയ്ക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. മീൻ ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനൊന്ന് മറിച്ചിടണം. നമ്മുടെ വാഴയിലെല്ലാം മാറ്റാം. ഇനി നമ്മൾ മീനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫിഷ് ഫ്രൈ നല്ല സൂപ്പറാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നമുക്കതിൻ്റെ ഒരു
പീസ് അടർത്തിയെടുത്ത് നോക്കാം. ഓ, നല്ല മാംസമുള്ള മീനാണ്. ഒരു പീസ് കഴിച്ച് നോക്കാം. ഒരു പീസ് മീനും ശകലം ഉള്ളിയും വെച്ചിട്ട് ഒരു പീസ് കഴിച്ച് നോക്കാം. മസാലയൊക്കെ നല്ലതുപോലെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂറോളം റെസ്റ്റിന് വെച്ചപ്പോൾ നല്ലപോലെ മസാല ഉള്ളിൽ പിടിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. ഒരു നാരങ്ങ പിഴിഞ്ഞ് കഴിച്ച് നോക്കാം. ഇന്ന് നല്ല മഴയായതുകൊണ്ട് നമ്മുടെ കൂട്ടാളികളൊന്നും കൂടെ കൂട്ടിയിട്ടില്ല. നമ്മൾ ടേസ്റ്റ് നോക്കി, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള മുഴുവൻ നമ്മുടെ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.